ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് OnePlus Nord CE4. അപ്പോൾ നമ്മുടെ കയ്യിൽ OnePlus Nord CE4 കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് നമുക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് കാര്യങ്ങളൊന്നും പറയാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല OnePlus എന്ന്. അതുകൊണ്ട് തന്നെ വളരെ ബ്രീഫായിട്ടാണ് നമ്മൾ OnePlus Nord CE4നെ കുറിച്ച് പറഞ്ഞത്. അതിൽ നമ്മൾ പ്രോസസ്സറും ചെറിയ കാര്യങ്ങൾ ബാറ്ററിയെ കുറിച്ച് പറയാൻ പറ്റിയില്ല, പക്ഷേ ഡിസ്പ്ലേനെ കുറിച്ചും അതേപോലെ റാം റോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് OnePlus Nord CE4 എന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബോക്സ് ഇട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാം OnePlus Nord CE4. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യുന്നില്ല, കാരണം ഇതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ അൺബോക്സിങ് ചെയ്തായിരുന്നു. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അതിനൊപ്പം തന്നെ ഈ ഡിവൈസിൻ്റെ ഡീറ്റെയിൽഡ് ആയ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഹാർഡ്വെയർ എല്ലാം തന്നെ നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ എപ്പോഴത്തേയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് OnePlus Nord CE4 ഒന്ന് ആദ്യം തന്നെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ബോക്സിനകത്ത് വരുന്ന ഫോണ്, അതിനൊപ്പം തന്നെ നല്ലൊരു കേസാണ്, TPU കേസ്, അതേ കളറുള്ള TPU കേസാണ്. പിന്നെ കുറച്ച് മാനുവൽ വാറണ്ടി സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു 100 watt അഡാപ്റ്ററാണ്, ഒരു ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് OnePlus Nord CE4. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ബാക്ക് പാനൽ ഡിസൈൻ ലാംഗ്വേജ് ആണ്. പ്രത്യേകിച്ച് ആ കളറ് നല്ലൊരു കളറാണ്, ഒരു മാർബിൾ ഫിനിഷാണ്. അതായത് നമ്മൾ മാർബിളൊക്കെ കാണുന്ന ആ ഒരു പാറ്റേൺ മാതിരിയാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ലുക്ക് ഉണ്ടെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ ഗ്രീൻ കളർ, അതേപോലെ ഒരു ഗ്രേ കളർ ഉണ്ട്. അതിനകത്ത് ഫ്ലാറ്റ് കളറാണ് വരുന്നത്. ഇതിനകത്ത് നമുക്കൊരു മാർബിൾ ലൈക്ക് ഫിനിഷാണ്. ഇവിടെ ക്യാമറ യൂണിറ്റ് ആണ്, ഡുവൽ ക്യാമറ സെറ്റപ്പാണ്, LED ഫ്ലാഷ് ഉണ്ട്. പക്ഷേ ഈ ക്യാമറ യൂണിറ്റ് അത്രയ്ക്ക് ഒരു സിമെട്രിക്കലായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് OnePlusന്റെ ലോഗോ ആണ്. അതിനൊപ്പം തന്നെ പവർ ആൻഡ് വോളിയം കീസ് ആണ് ഇവിടെ സൈഡിൽ വരുന്നത്. മോൾ ഭാഗത്ത് IR ബ്ലാസ്റ്റർ ആണ് വരുന്നത്. താഴത്ത് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, സിം ഇജക്ടർ, പിന്നെ ഇതിനകത്ത് സിം ഇജക്ടർ ട്രേ. ഇതിനകത്ത് നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. പിന്നെ ഫ്രണ്ട് പാനൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ബെസൽസും കുഴപ്പമില്ല, വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ലാത്ത ഒരു ബെസൽ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. 6.7 inches ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു തിന്നായ ഡിസ്പ്ലേ ആണ്. ഒരു 8.4 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അത്രയ്ക്ക് ഒരു തിക്കായ ഒരു ഡിസ്പ്ലേ ഡിവൈസ് അല്ല, 8.4 mm തിക്കാണ്. അതേപോലെ 186 grams ആണ്, അതും അത്രയ്ക്ക് ഒരു ഹെവിയാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ലാർജ് ഡിവൈസ് ആണെങ്കിൽ പോലും നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 2160 Hz PWM ഡിമ്മിംഗ് ഉണ്ട്, 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും. ഇതൊരു AMOLED പാനലാണ്. അതിനൊപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാവുന്നത്, ഇതിൻ്റെ ഡിസ്പ്ലേ കളേഴ്സ് വളരെ നല്ലതാണ്. HDR സപ്പോർട്ട് ഉണ്ട്. അതേപോലെ നമുക്ക് എന്താ പറയുക, DCI P3 കളർ ഗാമറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ലെവൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് പോയാലും ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, സ്ക്രീൻ കളർ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്, വിവിഡ് കളേഴ്സിലേക്ക് പോകാം. അതേപോലെ ബ്രൈറ്റ് HDR വീഡിയോ മോഡ് എടുക്കാവുന്നതാണ്. പിന്നെ എന്താ പറയുക, സ്ക്രീൻ റിഫ്രഷ് റേറ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹൈ റിഫ്രഷ് റേറ്റ് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ 120 Hz ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഇനി വീഡിയോസിൽ കാണാൻ പോലും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. കുറച്ചും കൂടെ ഒരു കൂളർ ടോണിലേക്കാണ് ഡിസ്പ്ലേ പോയിരിക്കുന്നത്, എന്നാൽ പോലും നല്ലൊരു ക്വാളിറ്റിയാണ്. നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഇത് AMOLED ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൽ നമുക്ക് വരുന്നത് Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് OxygenOS 14 ആണ്. OxygenOS 14 Android 14 ആണ് വേർഷൻ വരുന്നത്. പിന്നെ നമുക്ക് 8GB RAM ആണ് വരുന്നത്, 256GB സ്റ്റോറേജും വരുന്നുണ്ട്. Snapdragon 7 Gen 3 ചിപ്പാണ്. 256GB അല്ലെങ്കിൽ 120GB വരുന്നുണ്ട്. പിന്നെ ക്യാമറാസിൻ്റെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. 50+8 MP, 16 MP സെൽഫി ക്യാമറ. പിന്നെ റാം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, 8GB വെർച്വൽ റാമും അവൈലബിൾ ആണ്. നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജനറലി OxygenOSൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും കാണാം. ലോക്ക് സ്ക്രീൻ, ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ, അതേപോലെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ, ഫ്ലെക്സിബിൾ വിൻഡോസ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലോട്ട്വെയർസിൻ്റെ സീനാണെങ്കിൽ എനിക്ക് തോന്നുന്നു കാര്യമായ ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഇല്ല. ഈ ആപ്സൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത കേട്ടോ, CPU ത്രോട്ട്ലിംഗ് ആപ്സൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത, അതേപോലെ ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്കൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത.
പക്ഷേ എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിരുന്നു, പിന്നെ കാര്യമായ ഒന്നും തന്നെ പ്രീ ഇൻസ്റ്റാൾ ചെയ്യില്ല. അപ്പോൾ വളരെ ക്ലീൻ UI എക്സ്പീരിയൻസ് ആണ്, അത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യം നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ബ്ലോട്ട് പേസ് ഒന്നുമില്ല എന്നുള്ളത് തന്നെ നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. കാരണം ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഒന്നും തന്നെ ഇല്ല, അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതായിട്ട് ആപ്സ് ഒന്നും തന്നെ ഇല്ല, തേർഡ് പാർട്ടി ആപ്സ് പ്രോബ്ലി നെറ്റ്ഫ്ലിക്സ് മാത്രമേ പ്രീ ഇൻസ്റ്റാൾഡ് ഉള്ളൂ. അപ്പോൾ നല്ലൊരു UI എക്സ്പീരിയൻസ് പറയാം. പിന്നെ 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടും, 2 years ഓഫ് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ്. അപ്പോൾ 14 ആണ് ഇപ്പോൾ ഉള്ളത്, 15, 16 കിട്ടും. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്, കുഴപ്പമില്ലാത്ത ഒരു UI എക്സ്പീരിയൻസ് ആണ്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ചിപ്പാണ്, LPDDR4X റാമും UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് റാമാണ് 8GB റാമാണ്, 128, 256GB സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്നാപ്ഡ്രാഗൺ 7 Gen 3 അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ചിപ്പാണ്, അതിലൊരു സംശയമില്ല, നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്. നമുക്ക് ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്ക് സ്കോർ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ഇതാണ് സ്റ്റോറേജ് ടെസ്റ്റ് ചെയ്തതിൽ കണ്ടില്ലേ, 8 lakhിൻ്റെ അടുത്താണ് ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്ക് സ്കോർ. ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 2,56,000 CPU സ്കോർ, GPU സ്കോർ അത്യാവശ്യം നല്ല സ്കോറാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേണ്ടത്. പിന്നെ സ്റ്റോറേജ് ടെസ്റ്റിലാണെങ്കിൽ UFS 3.1 ആയതുകൊണ്ട് തന്നെ നല്ല ഒരു സ്റ്റോറേജ് എക്സ്പീരിയൻസും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഗിഗ് ബെഞ്ച് 6 ടെസ്റ്റിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതല്ലേ സിംഗിൾ കോർ സ്കോർ 1136, 3074 മൾട്ടി കോർ സ്കോർ. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. കാരണം ഒരു മിഡ് റേഞ്ച് ഡിവൈസിന് വേണ്ടി നല്ലൊരു പെർഫോമൻസ് സ്മൂത്ത് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം ലൗഡായ ഒരു സ്പീക്കർ എക്സ്പീരിയൻസ്. നമുക്ക് വളരെ പെട്ടെന്ന് സ്പീക്കർ ക്വാളിറ്റി ഒന്ന് നോക്കാം. പിന്നെ ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ടാണ്, അതിനൊപ്പം തന്നെ മൈക്രോ SD കാർഡ് സപ്പോർട്ടും ഉണ്ട്, അത് ഹൈബ്രിഡ് സ്ലോട്ടാണ്. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്, കോൾ ക്വാളിറ്റിയും കുഴപ്പമില്ല. ഞാൻ ഇനീഷ്യൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എയർടെലിൻ്റെ സിം ഇട്ടതിൽ എനിക്ക് കംപ്ലയിൻസോ അല്ലെങ്കിൽ ഇഷ്യൂസോ ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ഇതിനകത്ത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, 50 MP ലൈറ്റ് 600 സെൻസറാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു 16 MP സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, മാക്രോസ് ഇല്ല, പക്ഷേ 2 MP മാക്രോസ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി നല്ല കാര്യം തന്നെയാണ്, കാരണം അതുകൊണ്ട് ഒരു ഗുണമില്ലാത്ത ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് കോസ്റ്റ് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പ്രോബ്ലി അൾട്രാ വൈഡിൽ മാക്രോ ചെയ്യായിരുന്നു, പക്ഷേ അത് ചെയ്തിട്ടില്ല. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 8 MP ആണ്, അതേപോലെ തന്നെ പ്രൈമറി ക്യാമറയും 50 MP കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡെഫിനറ്റ്ലി കുഴപ്പമില്ലാത്തൊരു ക്യാമറ എക്സ്പീരിയൻസ് ആണ്. അതേപോലെ 4K 30 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ 1080p റെസൊല്യൂഷനാണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം OnePlus Nord CE4 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഡെയിലൈറ്റ് ക്യാപ്ചേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, നല്ല കളേഴ്സ് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ക്ലോസ്അപ്പ് ഷോട്ട്സിലേക്ക് പോകുമ്പോൾ ഷാർപ്നെസ് ലെവൽസും എനിക്ക് തോന്നുന്നു മോശമെന്ന് പറയുന്നില്ല, എന്നാൽ പോലും കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഓവറോൾ ക്വാളിറ്റി പ്രൈസ് സെഗ്മെന്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, വലിയ പരാതികളൊന്നും പറയല്ല. പോർട്രേറ്റ്സ് ആണെങ്കിലും ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഏറെക്കുറെ നല്ലതാണ്. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്, അപ്പോൾ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ സെൽഫി ക്യാമറയും ഡീസെന്റ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറ കണ്ടിട്ട്, ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട്. അതേപോലെ വീഡിയോ റെക്കോർഡിംഗ് 4K സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CE4യുടെ ക്യാമറ ആസ്പെക്ട്സ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh കപ്പാസിറ്റി ബാറ്ററിയും 100 watt ഫാസ്റ്റ് ചാർജിങ് ആണ്, 100 watt സൂപ്പർ വൂക്ക്. ഇതാണ് ഫാസ്റ്റസ്റ്റ് ചാർജിങ് എവർ ഓൺ എ നോഡ് സ്മാർട്ട് ഫോൺ. നോഡിൽ ഇതിനു മുമ്പ് 100 watt വന്നിട്ടില്ല, 80 watt ആണ് മാക്സിമം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫാസ്റ്റസ്റ്റ് ചാർജിങ് നോഡ് എവർ. അതായത് നമുക്ക് 100 watt ചാർജിങ് വരുന്നുണ്ട്. വെറും 30 മിനിറ്റിൽ താഴെ ടൈം മതി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതും 5500 mAh ബാറ്ററി. അത് വളരെ ഫാസ്റ്റ് ചാർജിങ് ആണ്, ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ അത് നമ്മൾ ചാർജിങ് ടെസ്റ്റ് നമ്മൾ ഉടൻ തന്നെ ചെയ്തിട്ട് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ചാർജിങ് ആണ്. പിന്നെ ചാർജിങ് സംബന്ധമായ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ്. അതായത് ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബാറ്ററി സൈക്കിൾസ് ബെറ്റർ ആക്കാനും അതേപോലെ ബാറ്ററി ലോങ് ലാസ്റ്റിംഗ് ചെയ്യാനും ഒക്കെ തന്നെ ഒരുപാട് അൽഗോരിതം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CE4ൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും അതേപോലെ ബാറ്ററി പെർഫോമൻസ് ഒബ്വിയസ്ലി നല്ലതായിരിക്കും. നമുക്കറിയാം 5500 mAh ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഒരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുക നല്ലൊരു ഡിവൈസാണ്, കുഴപ്പങ്ങളൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട്. ഡിസൈൻ ആണെങ്കിലും ഏറെക്കുറെ കുഴപ്പമില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് 8 lakh ആൻറ്റിറ്റ്യൂഡ് സ്കോറുള്ള ഒരു നല്ലൊരു പ്രോസസ്സറാണ്.
പക്ഷേ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഒരുപാട് പവർഫുൾ ചിപ്പും ഉണ്ട് കേട്ടോ, എന്നാൽ പോലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ്. പിന്നെ Oxygen-OS 14 ഉണ്ട്, അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറ ലൈഫ് എക്സ്പീരിയൻസും ഉണ്ട്, IP54 റേറ്റിംഗും ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും അതേപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് OnePlus Nord CE4നെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു OnePlus Nord CE4നെ കുറിച്ചുള്ള, അതേപോലെ തന്നെ ക്യാമറ സാമ്പിൾസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ല എന്നുള്ള കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.